सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान् नमामः। हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदामज्जदावा पवनचलनरोधादात्मनिष्ठो भवत्वं। हरि ओम्। ഉപദേശസാരം രണ്ടാമത്തെ ശ്ലോകം ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപദേശ ഉന്തിയാർ എന്ന മൂലകൃതിയാണ് മഹർഷി തമിഴിൽ രചിച്ചത്. അതിനെ മഹർഷി തന്നെ സംസ്കൃതത്തിലും രചിച്ച് നമുക്ക് ഉപദേശസാരം എന്ന് പറഞ്ഞു തരണു. തമിഴിൽ ആരംഭത്തിൽ തന്നെ മഹർഷി പറയണു, ശിവൻ ഉപദേശം ഇത് ഉന്തീപ്പര. ഇത് സാക്ഷാത് പരമേശ്വരൻ്റെ ഉപദേശമാണ്, പരമമംഗളമായ ഉപദേശമാണ്. എന്ന് വച്ചാൽ ഈ പരമമംഗളം ആഗ്രഹിക്കാത്ത ആരുമേ ഇല്ല. മംഗളം എന്ന് വച്ചാൽ ശാന്തി എന്ന് തന്നെ അർത്ഥം. ശിവം ശിവകരം ശാന്തം. നമ്മൾ കരുതും എല്ലാവരും വാസ്തവത്തിൽ സുഖത്തെയാണ് തേടണത്. അപ്പോൾ ഗീതയിൽ ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നുണ്ട്, അശാന്തസ്യ കുതസുഖം. അശാന്തമായിരിക്കണവന് ഈ പരമമായ സുഖങ്ങളൊക്കെ കിട്ടിയാൽ എന്താ ഫലം? അതിനൊരു എക്സാമ്പിൾ, ഒരാൾ നമുക്ക് നല്ലപോലെ സത്കാരം ചെയ്തു ഒരു ദിവസം രാത്രി തങ്ങാനുള്ള ഇടം പട്ടുമെത്തൊക്കെ വിരിച്ച് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പോണതിന് മുമ്പ് കട്ടിലിൻ്റെ അടിയിൽ ടോർച്ച് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആൾ ചോദിച്ചു, എന്തിനാ ഈ കട്ടിലിൻ്റെ അടിയിൽ ടോർച്ച് അടിക്കണതല്ല, ചെറിയൊരു പാമ്പ് ഇതിൻ്റെ ഇടയിൽ പോയി, ഇപ്പം കാണാനില്ല, കുഴപ്പമില്ല. അദ്ദേഹത്തിന് അവിടെ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ശാന്തിയില്ല. എന്തുകൊണ്ട് ശാന്തിയില്ല? തന്നിൽ നിന്നും അന്യമായ ഒരു പൊരുൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് ശാന്തിയില്ല. അപ്പൊ തന്നിൽ നിന്നും അന്യമായ ഒരു പൊരുളിനെ കാണലാണ് ഈ ലോകം. ലോക്യതേ ഇത് ലോകഃ ഇന്നലെ നമ്മൾ കണ്ടു. അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മനസ്സിന്റെ വെളിയിലേക്കുള്ള വിക്ഷേപത്തിനെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ആ സംസാരം വലിയൊരു കുഴപ്പമാണ്, വലിയൊരു സാഗരമാണ്. ആ സാഗരത്തിൽ പോയി നമ്മൾ പതിച്ചു പോവും. കര കണ്ടുകൂടാത്ത ഒരു സാഗരത്തിൽ നമ്മൾ പതുക്കെ പതുക്കെ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലൗകികമായിക്കോട്ടെ വൈദികമായിക്കോട്ടെ, അല്ലെ? വൈദികത്തിൽ നമ്മൾ പരിഹാരം തേടണു. എന്തെങ്കിലും ശരീരത്തിന് രോഗം വന്നാൽ അതിന് മുക്തിയുണ്ട്. മൃത്യുഞ്ജയ മന്ത്രം നോക്കൂ, ഈ മൃത്യുഞ്ജയ മന്ത്രം കണ്ടുപിടിച്ച ഋഷി കൂടെ മരിച്ചുപോയി. നമ്മൾ കരുതി മൃത്യുഞ്ജയ ഹോമമോ മന്ത്രമോ ചെയ്താൽ നമ്മൾ ജീവിച്ചിരിക്കും വിചാരിക്കും. ഒന്നുമേ ഇല്ല. മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ അർത്ഥം കൂടെയും ഈ മൃത്യു ആകുന്ന സംസാരത്തിൽ നിന്നും ഭഗവാനെ നമ്മളെ കരകയറ്റു, അമൃതത്വത്തിലേക്ക്, എൻ്റെ സ്വരൂപത്തിലേക്ക് എനിക്ക് ദർശനം തരൂ ഭഗവാൻ, എനിക്ക് സ്വരൂപ ദർശനം തരൂ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണത്.
ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാം. ഒരു വെള്ളരിക്കപ്പഴം തണ്ടറ്റ് കീഴേക്ക് സ്വമേധയാ പഴുത്ത് പാകപ്പെട്ടു വീഴണതുപോലെ ഈ സംസാരത്തിൽ നിന്നും, ഈ ക്ലേശത്തിൽ നിന്നും, ഈ ദുരിതത്തിൽ നിന്നും ഭഗവാനെ എന്നെ അങ്ങ് മുക്തനാക്കൂ ഭഗവാനെ, അമൃതമാക്കൂ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ അത് കേവലം ലൗകികമായുള്ള അർത്ഥത്തിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ദുഃഖിക്കും. എന്താ അത് ദുഃഖിക്കാൻ കാരണം? ലൗകികമായിട്ടൊരു ഫലത്തെ നമ്മൾ ഇച്ഛിക്കുന്നു. വൈദികമായിട്ട് കൂടെയും, വൈദികത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഉയർന്നൊരു ഫലമാണ് എന്താന്ന് വെച്ചാൽ സ്വർഗപ്രാപ്തി. ഈ സ്വർഗപ്രാപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ലത് ചെയ്യണം എന്നുള്ളൊരു അഭിമാനം വരണു. ആ അഭിമാനം കൂടെ നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടു തള്ളും. ക്ഷീണമായിട്ടുള്ള ലോകത്തിലേക്ക് പോകുന്ന, അതായത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തേക്ക് പോകും എന്ന് ഉപനിഷത്തെ പറയണു. അപ്പൊ ഇതിൽ നിന്ന് എന്താ വഴി എന്ന് പറഞ്ഞാൽ, വിവേക ചൂടാമണിയില് ആചാര്യസ്വാമികൾ നമുക്ക് വേണ്ടിയിട്ടൊരു വഴി, ഒരു മാർഗനിർദ്ദേശം തരണുണ്ട്. എന്താ അതെന്ന് വെച്ചാ, മാ ഭയേഷ്ഠ വിദ്വൻ തവനാസ്ത്യപായ സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ യേനേവ യാത യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. അദ്ഭുതമായ ഒരു ശ്ലോകം. എന്താ അതെന്ന് വെച്ചാ, മാ ഭയേഷ്ടു വിദ്വൻ. ഈ സംസാര സാഗരത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓരോ നിമിഷവും നമ്മൾ ഭയത്തിലാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. പാസ്റ്റിനെ ഓർത്ത് ഭയപ്പെടുന്നു, ഫ്യൂച്ചറിനെ ഓർത്ത് ഭയപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യണത് അല്ലേ. പാസ്റ്റിൽ എനിക്ക് ഇങ്ങനൊരു തെക്താനുഭവം വന്നു, അത് വരാതിരിക്കാൻ പുതിയ കർമ്മം ചെയ്യണം. ഇനി ഫ്യൂച്ചറിൽ ഒരു തെക്താനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യണം അല്ലേ. അൾട്ടിമേറ്റ്ലി കർമ്മം മനസ്സിന്റെ തന്നെ ഒരു വിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ പലവർക്കും മഹർഷിയുടെ ഉപദേശം ചുമ്മായിര് എന്ന് വെച്ചാൽ മനസ്സ് ചലിക്കാതെ ഇരിക്കൽ. അത് ഒരു സ്ഥലത്ത് പോയി ചുമ്മാ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. ചുമ്മാ ഇരുന്നാലും മനസ്സ് കാശിക്കോ ഗംഗയ്ക്കോ എവിടേക്കെല്ലാം പോവും, സിനിമയ്ക്കോ തിയേറ്ററിലോ ഒക്കെ പോവും. അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിശ്ചല അവസ്ഥ, മനസ്സ് ചലിക്കണത് കൊണ്ടാണ് നമുക്ക് ഭയം വരണത്. അതുകൊണ്ട് ഇവിടെ ആചാര്യസ്വാമി പറയണു, മാ ഭയിഷ്ഠ വിദ്വൻ. ഇവിടെ ഭയപ്പെടാനൊന്നുമേ ഇല്ല. നാസ്തി അപായ. നിനക്ക് ഒന്നുകൊണ്ടും ദോഷം വരാനില്ല ഇവിടെ. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ. ഈ സംസാര സാഗരത്തിനെ തരണം ചെയ്യാൻ ഒരു ഉപായമുണ്ട്. അതല്ലേ നമുക്ക് ആവശ്യമില്ലേ. എന്താ ഉപായം എന്ന് വെച്ചാൽ, ഏനേവ യാത യതയോസ്യ പാരം. അങ്ങനെ കടന്നുപോയ യതികളൊക്കെ ഉണ്ട്. ഈ യതികളൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്നും പെട്ട് അകപ്പെട്ടു പോകാതെ രക്ഷ നേടി കടന്നുപോയിരിക്കണു. ആ മാർഗം നിങ്ങൾക്ക് ഞാൻ ഉപദേശിക്കാം. എന്താ ആ മാർഗം എന്ന് വെച്ചാൽ, ചുമ്മാ ഇര്. മനസ്സിനെ ചലനമില്ലാതാക്കാനുള്ള മാർഗം. എന്താ മാർഗം എന്ന് വെച്ചാൽ, ആഗ്രഹം വേണം. പക്ഷെ ആഗ്രഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. ആഗ്രഹം വേണ്ട. കർമ്മം ചെയ്യുമ്പോൾ ആഗ്രഹമില്ലാതെ നമുക്ക് കർമ്മം ചെയ്യാനേ സാധ്യമല്ല. ലക്ഷ്യം ഇല്ലാതെ കർമ്മം ചെയ്യാനേ നമുക്ക് സാധ്യമല്ല. പക്ഷെ ലക്ഷ്യം വെച്ചോളൂ, കർമ്മം ചെയ്തോളൂ. അതിൻ്റെ ഫലം ഞാൻ ഇച്ഛിക്കുന്നത് പോലെ കിട്ടണം എന്ന് വിചാരിക്കരുത്. ഇതൊരു വലിയൊരു സാധനയാണ്. ഇന്ന് തൊട്ട് നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തോളൂ, കർമ്മം ചെയ്തോളൂ, വീട്ടിലെ പണിയെടുത്തോളൂ, ഇഡ്ഡലി ചുട്ടോളൂ, ദോശ ചുട്ടോളൂ, ഇനി ബാങ്കിൽ ജോലി എടുത്തോളൂ, ഹോസ്പിറ്റലിൽ ജോലി എടുത്തോളൂ, എവിടെ വേണമെങ്കിലും നമ്മൾ ജോലി എടുത്തോളൂ. പക്ഷെ ഇന്ന ഫലമേ എനിക്ക് കിട്ടാവൂ എന്നൊരു എക്സ്പെക്ടേഷൻ മാറ്റിവെച്ചിട്ട് കർമ്മം ചെയ്തോളൂ. തവനാസ്തി അപായ. പിന്നെ ഒന്നും നിനക്ക് അപായമായിട്ടില്ല, പിന്നെ ഒന്നും നിന്നെ വേദനിപ്പിക്കാൻ നിൽക്കണില്ല. അങ്ങനെ ഒരു സാധന നമുക്ക് വച്ചുകൂടെ? അങ്ങനെ ഒരു സാധന വച്ചില്ലെങ്കിൽ, ഈ ഫലത്തെ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ ഈ ഫലമോ ശാശ്വതമല്ല. ഇപ്പൊ കുട്ടിനാളിൽ നമ്മൾ കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു, ഇഷ്ടപ്പെട്ട കളിപ്പാട്ടന് അച്ഛൻ വാങ്ങിച്ചു തന്നു.
ഇപ്പോഴും നമ്മളത് കൊണ്ട് നടക്കുകയാണോ ചെയ്യണത്? അല്ലേ? കളഞ്ഞു നമ്മൾ. എന്താ? ഫലം അശാശ്വതം. ഇപ്പൊ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഫലം കുറച്ച് നാളേക്ക് നമുക്ക് നല്ലൊരു സുഖത്തെ തരും, പിന്നെ അത് ദുഃഖത്തിനെ തരും, പിന്നെ അതിനെ ശ്രദ്ധിക്കുകയില്ല. അത് ശാശ്വതമല്ല. പക്ഷെ ഞാൻ തൃപ്തനായോ എന്ന് ചോദിച്ചാൽ തൃപ്തനുമല്ല. അപ്പൊ ശാശ്വതമായ ഒരു ഫലം കർമ്മത്തിൽ നിന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ കർമ്മം ചെയ്താൽ നമ്മൾ വലിയൊരു സംസാര സാഗരത്തിൽ പോയി പെട്ടുപോകും. ഈ കാണപ്പെടുന്ന സംസാരത്തിൽ മുഴുവൻ ദുഃഖമേ ഉള്ളൂ, മുഴുവൻ ക്ഷുദ്രഫലാണ്. ആചാര്യസ്വാമികളുടെ ശിവാനന്ദ ലഹരിയിലും ഒരു ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഃ ക്ഷുദ്രഫലദാ ന മന്യേ സ്വപ്നേവാ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദി നാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദാംബോജഭജനം. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഃ. പല സൈസില്, പല തരത്തില്, പല രൂപത്തില്, ഭാവത്തില് ഈ ജഗത്തില് അനേകം ഫലം തരണതായിട്ടുള്ള ദേവന്മാരെല്ലാം വർത്തിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ആ ഫലമൊക്കെ എന്താ? ശുദ്രഫലം എന്ന് വെച്ചാൽ ഒരു കാലത്തും ശാശ്വതമല്ലാത്തതായിട്ടുള്ള ഫലം, ദുഃഖമേ ഫലം. ദുഃഖൌഷധം തദപി ദുഃഖം എന്ന് പ്രഹ്ലാദനെ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ദുഃഖത്തിന് ചെറിയ ചെറിയ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചെറിയ ഒരു ദുഃഖം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം. അത് പിന്നെ വലിയൊരു ദുഃഖമായി മാറുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖത്തിനേക്കാളും വലിയ ദുഃഖം. ദുഃഖൌഷധം തദപി ദുഃഖം. അതുപോലെ ഇതെല്ലാം ക്ഷുദ്രഫലത്തെ തരുവുള്ളൂ. അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയണു, ആ ഫലങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കൂടെ കാണണില്ല അത്രേ. സ്വപ്നത്തിൽ കൂടെ ഞാൻ ആ ഫലങ്ങൾ വയ്ക്കണില്ല. ഹരിബ്രഹ്മാദി നാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദാംബോജഭജനം. ആ ബ്രഹ്മാവിനൊത്തും നാരായണനോടൊത്തും ഇരിക്കണ പരമേശ്വര, അങ്ങയുടെ പാതാരവിന്ദത്തിലേക്കുള്ള ഭജനം, കർമ്മം യാതൊന്നു ചെയ്യുവത് നാരായണ പൂജകൾ, നാരായണ അർച്ചനകൾ. കർമ്മം ചെയ്തോളൂ. ഏതൊരു കർമ്മം ചെയ്താലും അത് ഭഗവതർപ്പണത്തോടുകൂടി ഭഗവതാരാധന പോലെ ചെയ്തുകൊള്ളുക. എന്ന് വെച്ചാൽ ഫലത്തെ ആശ്രയിക്കാതെ, ഫലത്തെ ചിന്തിക്കാതെ ചെയ്തുകൊള്ളുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗതി എന്ന് വെച്ചാൽ ഗതി പുരോഗതിയാവും. ഞാനാണ് കർമ്മം ചെയ്യണത്, ഇതിൻ്റെ ഫലം അനുഭവിക്കണത് ഞാനാണ്, എനിക്ക് ഫലം വേണം, ഫലത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ഗതി അധോഗതിയാവും. അതിനാണ് ഇവിടെ പറയണത് ഫലമശാശ്വതം ഗതി നിരോധകം. ഗതിയെ ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ ഓരോ കർമ്മവും നമുക്ക് അതിനനുസരിച്ചുള്ള വാസനാ പടലങ്ങളെ ഉള്ളിൽ നമ്മൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കും. ഓരോരോ കർമ്മം ചെയ്യുമ്പോഴും അല്ലേ, ചെറിയൊരു കർമ്മം അല്ലേ, ഒരു ഭക്ഷണം കഴിക്കൽ കൂടെ ഒരു കുട്ടിക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടിയിൽ ആ നോൺ വെജിറ്റേറിയനിൽ ഒരു ആസക്തി വരണു, ആ വാസന ഉള്ളിൽ പടലമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു കാലത്ത് ഇതില്ലാതാക്കാന്ന് വിചാരിച്ച ഈ കുട്ടിക്ക് പറ്റണേ ഇല്ല. എന്തുകൊണ്ടാ? ഈ വാസന ഉള്ളിൽ കിടന്ന് കർമ്മത്തെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും, വീണ്ടും 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 കർമ്മത്തെ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ കർമ്മം വാസനയെ സൃഷ്ടിക്കണു. അപ്പൊ ഈ വാസനാജന്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ശാശ്വതമേ അല്ല അല്ലേ. ഏതെങ്കിലും ഒരു കർമ്മം വാസനാപരമായിട്ട് അല്ലേ, ഒരു കർമ്മം ചെയ്യണു, അതൊരു വാസന വരണു. ഒരു മോഷണം കൂടെ അത് വാസനയാവണു. അതൊക്കെ ഫലം അവൻ ഒന്നുമേ സമ്പാദിക്കാതെ തന്നെ അവന് കിട്ടുന്നുണ്ട്. പക്ഷെ അവന്റെ ഫലം ശാശ്വതമാണോ? അവന് വെളിയിൽ ഭയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കള്ളൻ എപ്പോഴും പോലീസിനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും.
ഒരു കള്ളൻ ചെയ്യാത്തവൻ എപ്പോഴും കള്ളനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തു, എൻ്റേത് എന്നുള്ളൊരു ഭാവം, ഞാൻ എൻ്റേത് എന്നുള്ള മമത, ആ മമതയെ നമ്മൾ എടുത്തിട്ട് കർമ്മം ചെയ്യൂ. ഈ മമത നമ്മളെ കർമ്മം ചെയ്യിക്കും, പല പല കർമ്മങ്ങൾ ചെയ്യിക്കും നമ്മളെ. അധർമ്മം കൂടെ ഈ മമതയാണ് ചെയ്യിക്കുന്നത്. അപ്പോ ആ ഫലമൊക്കെ അശാശ്വതമായിരിക്കും. ആ ഫലം നമ്മുടെ ഗതിയെ തന്നെ ഇല്ലാതാക്കും. നമ്മളെ ഗതിക്ക് എന്താ വേണ്ട? ധർമ്മം വേണം. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഈശ്വരന്റെ നാമം തന്നെയാണ് ധർമ്മം. ധർമ്മോ ധർമ്മ വിദുത്തമഃ. ഈശ്വരന്റെ നാമമാണ് ധർമ്മം. മഹാവിഷ്ണുവിന്റെ നാമമാണ് ധർമ്മം. വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു നാമം. അപ്പൊ ധർമ്മം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഈശ്വര കാര്യം ചെയ്യൽ എന്നർത്ഥം, ഈശ്വരാരാധന ചെയ്യൽ എന്നർത്ഥം. അത് നമ്മുടെ വാസനയായി മാറിയാൽ അത് വലിയൊരു ഗതി തരും. ശുഭവാസന വരണം നമുക്ക്. രമണ മഹർഷിയുടെ തന്നെ അപ്പളപ്പാട്ട് എന്നൊരു പാട്ട്, അതിൽ പറയണു, സത്സംഗമാകും പിരണ്ടൈരസത്തോട് ശമതമമാകും ജീരകമിളകൂടൻ ഉപരതിയാകും ഉപ്പോടു നൽ വാസനയാകും പെരും കായവും ഇട്ട് അപ്പളമിട്ട് പാര്. സത്സംഗമാകും പിരണ്ടൈരസത്തോട്, സത്സംഗമാകുന്ന ഒരു മരുന്നോടുകൂടി ശമധമമാകുന്ന മനസ്സിന്റെ അടക്കം. സത്സംഗത്തിലൂടെ നമുക്ക് മനസ്സ് അടങ്ങണു, പതുക്കെ 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 മനസ്സ് വിക്ഷേപമില്ലാതിരിക്കണു. ഈശ്വര ചിന്തയിൽ മനസ്സ് അടങ്ങണു. ധമം, ഇന്ദ്രിയങ്ങളുടെ ഓട്ടം കുറയണു. അങ്ങനെ ആകുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഉപരതിയാകുന്ന ഉപ്പുമിട്ട്, ഉപരതി എന്ന് വെച്ചാൽ ആസക്തി, ലോകവിഷയങ്ങളിലോടുള്ള ആസക്തി, ആ ആസക്തിയാകുന്ന ഉപ്പുമിട്ട് പെരും കായമാകുന്ന വാസന, ശുഭവാസന എന്ന് വെച്ചാൽ ഈശ്വര ധ്യാനം തന്നെയാണ് ശുഭവാസന. ഹയർ പ്ലെയിനിലേക്കുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, ഈശ്വരനിലേക്കുള്ള സ്വസ്വരൂപ അനുസന്ധാനം, സ്വരൂപത്തിലേക്കുള്ള അനുസന്ധാനം, ഗമനം. നേരത്തെ നമ്മൾ കണ്ടു, സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിലേക്കുള്ള ഗമനമാണ്, സ്വരൂപത്തിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ഗതി ശുഭമാവും, നല്ലൊരു ഗതി ഉണ്ടാവും, നമുക്ക് നല്ലൊരു വഴി ഉണ്ടാവും, നമുക്ക് ദുഃഖമേ നമുക്ക് ഉണ്ടാവില്ല, ക്ഷുദ്രഫലമേ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശ്വര ഭജനം തന്നെയാണ് നമ്മൾ സദാ ചെയ്യേണ്ട കർമ്മം. ഏതൊരു കർമ്മത്തിലും നമ്മൾ ഈശ്വരനെ ആരോപിക്കുക, അതിൽ ഫലത്തെ ഇച്ഛിക്കാതെ ചെയ്യാം. അതൊരു പടി മേലെയാണ് ഈ വൈദികം. പക്ഷെ വൈദികത്തിൽ നമ്മൾ പോയി ഫലത്തെ ഇച്ഛിക്കണം. ഈ ഫലത്തെ ഇച്ഛിക്കണ വൈദിക കർമ്മം കൂടെ ഫലവത്തല്ല, ശാശ്വതമല്ല. അല്ലേ? നമ്മുടെ സ്വാമി ഒരു കഥ പറയും. ആ കഥയില് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ കുക്കർ, ഈ കുക്കറിൽ അടിയിൽ തീ വെച്ചിട്ട് സാമ്പാർ വേവിക്കണം, ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പൊ കുറച്ച് തിളയ്ക്കുമ്പോൾ ഈ സാമ്പാറിൽ കിടക്കണ ഈ കഷ്ണങ്ങളെല്ലാം തമ്മിൽ ഡാൻസ് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ തമ്മിൽ ഡാൻസ് ചെയ്തപ്പോ ഉരുളക്കിഴങ്ങിന് പറഞ്ഞു, ഇത് ഞാനാണ് ഏറ്റവും വലിയ ഡാൻസർ എന്ന് പറഞ്ഞു. അപ്പൊ വെണ്ടയ്ക്ക പറഞ്ഞു, നീയാണോ ഏറ്റവും വലിയ ഡാൻസർ? ഞാൻ വലിയ സോഫ്റ്റ് ആണ്, എൻ്റെ ഡാൻസ് പോലെ ഒന്നും വരണില്ല. മുരിങ്ങയ്ക്ക് പറഞ്ഞു, ഞാൻ സ്ലിം ആണ്, നിന്നെ പോലെ ഗുണ്ടല്ല, നിന്നെ പോലെ സോഫ്റ്റുമല്ല, ഞാൻ സ്ലിം ആണ്. ഇപ്പൊ തമ്മില് എല്ലാവരും അഹങ്കരിച്ചു. ഏതാ? ഈ സാമ്പാറിൽ ഉള്ളിൽ കിടന്നിട്ട് ഈ കഷ്ണങ്ങൾ അഹങ്കരിച്ചു തമ്മിൽ. ഞാനാണ് വലുത്, ഞാനാണ് നല്ല ഡാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ഈ തീ വെച്ചിരുന്ന ആള് പെട്ടെന്ന് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തു. ഈ സാമ്പാർ വെച്ച ആള് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തപ്പോ ബുസ് എന്ന് പറഞ്ഞ് എല്ലാവരും ഡാൻസിങ് അങ്ങോട്ട് നിന്നു. അഹങ്കരിച്ചതെല്ലാം പോയി. എന്താന്ന് വെച്ചാൽ ഈ കർമ്മം ഭഗവാനാണ് ചെയ്യണത്, കർമ്മത്തിന്റെ ഫലവും ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് നടക്കുന്നത്. ഇതിനിടയില് അല്ലേ, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് എന്തിനു നാമൃത. ഇടയില് ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തിനാ ഈ മത്സരം? അല്ലേ? അങ്ങോട്ട് കിടന്നു കൊടുക്കുക, ഫ്രീ ആവുക.
വീണു കൊടുക്കുക ഭഗവാനിലേക്ക്, ശരണാഗതി ചെയ്തു കൊടുക്കുക, പൂർണ്ണമായിട്ട് ഫ്രീ ആവുക. എന്തിനെങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണത് ഈ കർമ്മങ്ങളെയൊക്കെ, അതിൻ്റെ ഫലത്തെ ഇച്ഛിച്ച്? അത് നമുക്ക് ഗതിയെ ഇല്ലാതാക്കും, നമ്മുടെ ലക്ഷ്യത്തിന് ഇല്ലാതാക്കി കളയും. അതാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. പ്രാരാബ്ധം എന്ന് വെച്ചാൽ പല പല കാലങ്ങൾ, പല പല ജന്മങ്ങൾ കൊണ്ട് സഞ്ചിതമായിട്ടുള്ള കർമ്മമാണ്. ഏതോ ഒരു ജന്മത്തിൽ വിട്ട അമ്പാണ് ഇപ്പൊ പോയി ഒരിടത്ത് തറയ്ക്കും. ഇതിനെയാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാരാബ്ധം നമ്മുടെ ലക്ഷ്യമല്ല. പ്രാരാബ്ധം ശരീരത്തിനാണ്, മനസ്സിനാണ്. സ്വരൂപത്തിന് പ്രാരാബ്ധമില്ല, ആത്മാവിന് പ്രാരാബ്ധമില്ല. ആത്മാവിനെ അറിഞ്ഞാൽ ശരീരം ഒരിടത്ത് പോയി പതിക്കും, മനസ്സ് ഒരിടത്ത് പോയി നിൽക്കും. പക്ഷെ ഞാൻ അമൃതസ്വരൂപമായി മാറും. അതിനെയാണ് ഈ വിദ്യ പറയണത്. ഈ 2ാമത്തെ ശ്ലോകം, കൃതിമഹോദതൗ പതനകാരണം. ഞാൻ ചെയ്യണോ എന്നുള്ള ഭാവത്തിൽ ആര് ചെയ്യണോ അവൻ വലിയൊരു സംസാര സാഗരത്തിൽ പോയി വീഴണു. ഫലമശാശ്വതം ഗതി നിരോധകം. ആ ഫലത്തിനെ മാത്രം നീ ഇച്ഛിച്ചു കൊണ്ടുവരണു. ആ ഫലമോ അശാശ്വതമാണ്, അല്ലാത്തതാണ്, എന്നും നിലനിൽക്കാത്തതാണ്. എത്ര ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് ശരീരം നല്ല പോലെ പ്ലച്ചിന് നല്ല തിളങ്ങിയാലും ഒരു നാളേക്ക് ഇത് കറുക്കും, ഒരു നാളേക്ക് ഇത് ചുരുങ്ങും. അപ്പോൾ നമുക്ക് വിഷമം വരും. ഇത് അൾട്ടിമേറ്റ് അല്ല, അശാശ്വതമാണ്, ശാശ്വതമല്ലാത്തതാണ്. ഗതി നിരോധകം. ഇന്നലെ വരെ ഞാൻ ഇത് നോക്കി ഇരുന്നല്ലോ എന്ന് പിന്നെ ആലോചിക്കും. വയസ്സ് 10-90 കാണും. പിന്നോട്ട് ഭഗവതാരാധന ചെയ്യാനോ ഭഗവത് നാമം കേൾക്കാനോ കാതൊന്നും കേൾക്കാതാവും. അപ്പോൾ ഈ നിമിഷം തൊട്ട് ഭഗവതാരാധനകൾ, സത്സംഗങ്ങൾ കേട്ട് ദുസ്സംഗത്തിൽ പോയി നമ്മൾ പെടാതിരിക്കുക. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. തുടർന്ന് നമുക്ക് അടുത്ത മന്ത്രവുമായി നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.